എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എനിക്ക് തോന്നുന്നു പറഞ്ഞതനുസരിച്ച് നമ്മുടെ സമ്മർ സീരീസിലെ രണ്ടാമത്തെ ലെക്ചറാണിത്. ആദ്യത്തെ ലെക്ചർ എനിക്ക് തോന്നുന്നു പോളിമർ കെമിസ്ട്രി ആയിരുന്നു മേധ മാം എടുത്തത്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കൺസെപ്റ്റ്സ് ഓഫ് ജെനറ്റിക്സ് ആണ്. നമ്മൾ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി പോലെ ഒരു പക്ഷേ വളരെയധികം ഡെവലപ്പ് ചെയ്ത ഒരു ശാസ്ത്ര മേഖല എന്നൊക്കെ നമുക്ക് ജെനറ്റിക്സിനെ പറയാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ബേസിക്സും പിന്നെ ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖയ്ക്ക് ഒരു അടിത്തറ പാകിയത് മെൻഡൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പം അദ്ദേഹത്തിന്റെ സംഭാവനകളും പിന്നെ ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള ശാസ്ത്രത്തിന്റെ വളർച്ചയും പിന്നീട് ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ജെനറ്റിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളും പിന്നെ സാധ്യതകളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചരിത്രാതീത കാലം മുതൽ നോക്കിയാൽ തന്നെ മനുഷ്യൻ മൃഗങ്ങളെ കൃഷി ആരംഭിച്ച കാലം മുതൽ മൃഗങ്ങളെ നല്ല ബ്രീഡുകളെ സെലക്റ്റീവായിട്ട് മൃഗങ്ങളെ ബ്രീഡ് ചെയ്യുകയും അവയെ പരസ്പരം മേറ്റ് ചെയ്യിച്ച് കൊള്ളാവുന്ന എന്നുവെച്ചാൽ രണ്ട് വ്യത്യസ്ത അല്ലെങ്കിൽ നല്ല സ്വഭാവ സവിശേഷതകളോട് കൂടിയവയെ ബ്രീഡ് ചെയ്യിച്ച് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓർഗാനിസംസിനെ അവര് സെലക്ട് ചെയ്തൊക്കെ എടുത്തിരുന്നു. പക്ഷെ അതിനെന്തെങ്കിലും ശാസ്ത്രീയപരമായ ഒരു അടിസ്ഥാനം ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും മനുഷ്യൻ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണവും പ്രകൃതിയെ കുറിച്ചുള്ള ഒരു നിരീക്ഷണവും അവന്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ജീവികളെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ അന്നത്തെ കാലത്ത് മുതൽ മനുഷ്യൻ ശ്രമിച്ചിരുന്നു. പിന്നെ നമ്മൾ ജെനറ്റിക്സിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു 8000 to 1000 BC വരെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള സെലക്റ്റീവ് ബ്രീഡിങ്ങുകളൊക്കെ നടന്നിരുന്നു. അപ്പൊ ആദ്യകാലം മുതൽ തന്നെ അച്ഛനമ്മമാരുടെ സ്വഭാവ സവിശേഷതകൾ എന്തുകൊണ്ടാണ് കുട്ടികൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും അന്ന് ശാസ്ത്ര മേഖലയിൽ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് പ്രശസ്തരായിരുന്ന ചിന്തകര് ഹിപ്പോക്രാറ്റസിനെയും അരിസ്റ്റോട്ടലിനെയും പോലെയൊക്കെ ഉള്ളവര് പല കൺസെപ്റ്റുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതില് ഹിപ്പോക്രാറ്റസിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ജീവികളുടെ ശരീരത്തെ ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡാണ് അച്ഛനമ്മമാരിൽ കുട്ടികളുണ്ടാകുമ്പോൾ അവരിലേക്ക് വരുന്നതും സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഒരു വൈറ്റൽ ഹീറ്റ് ഉണ്ട് ജീവികളിൽ, ആ ഹീറ്റാണ് പേരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം പിന്നെ ഒരുപാട് പലതരത്തിലുള്ള കൺസെപ്റ്റുകളൊക്കെ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്താണ് പിന്നീട് ഇങ്ങോട്ട് 1830 ആ കാലഘട്ടത്തില് 800-കളില് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. പിന്നീട് സ്ലീഡൻ ആൻഡ് ഷ്വാൻ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകൾ ചേർന്ന് കോശം സെൽ തിയറി പ്രപ്പോസ് ചെയ്തു. എല്ലാ ജീവികളുടെയും ശരീരം സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ആ കാലഘട്ടത്തിലെ ആണ് ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ കടന്നുവരവ്. അദ്ദേഹത്തിനെ നമ്മൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്കെച്ച് വളരെ ഹലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മെൻഡലിന്റെ ലൈഫ് സ്കെച്ച് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് അദ്ദേഹത്തിന്റെ ശാസ്ത്ര പരീക്ഷണങ്ങള്, അതിന് അദ്ദേഹം നേരിട്ട പ്രയാസങ്ങള്, അദ്ദേഹത്തിന്റെ അസംഷൻസ്, ഇത്രയൊക്കെയാണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുട്ടികൾ തന്നെ നമുക്കിപ്പം നമ്മുടെ പേരൻസിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേരൻസുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് കാണാം. സ്കിന്നിന്റെ കളറ്, ഹെയറിന്റെ ടെക്സ്ചർ, ചുരുണ്ട മുടിയാണോ നീണ്ട മുടിയാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ അച്ഛനമ്മമാരെ പോലെ നമ്മൾ പറയില്ലേ, കണ്ട ഏകദേശം മോനെ അല്ലെങ്കിൽ മോളെ കണ്ട അച്ഛനെ പോലെ ഇരിക്കും അല്ലെങ്കിൽ അമ്മയെ പോലെ ഇരിക്കും എന്നൊക്കെ പറയും അല്ലെ. അത്തരത്തില് അച്ഛനമ്മമാരെ പോലെ ഇരിക്കുന്നതിനെ നമ്മൾ പാരമ്പര്യം അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. അതേസമയം നമ്മള് അച്ഛനമ്മമാരുടെ ഒരു ഡിറ്റോ കോപ്പിയാണോ, ഒരു എക്സാക്ട് റെപ്ലിക്ക ഒന്നുമല്ല. നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അച്ഛനമ്മമാരുടെ പോലെ അതേപോലെ ഇരിക്കുന്ന കോപ്പീസ് അല്ല കുട്ടികൾ, ഒരുപാട് വ്യതിയാനങ്ങളും ഉണ്ട്. ഇതിനെ നമ്മൾ വേരിയേഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ ആദ്യകാലം മുതലേ ഈ വേരിയേഷൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻഹെറിറ്റൻസ്, പാരമ്പര്യ സ്വഭാവങ്ങൾ കുട്ടികൾ കാണിക്കുന്നത് എന്നൊക്കെ നിരവധിയായ ചോദ്യങ്ങൾ വന്നിരുന്നു. ആ സമയത്താണ് മെൻഡലിന്റെ പ്രാധാന്യം. അദ്ദേഹം 1822
എന്താണ് ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിലെ അന്ന് ഓസ്ട്രിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു വളരെ ദാരിദ്ര്യം അഥവാ ഭയങ്കര സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദാരിദ്ര്യം നിറഞ്ഞ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് പഠിപ്പിക്കാനൊന്നും ബുദ്ധിമുട്ടായതുകൊണ്ട് മെൻഡലിനെ ഒരു മൊണാസ്ട്രിയിൽ ചേർത്തു. അഗസ്റ്റീനിയൻ മൊണാസ്ട്രി ബ്രൂണില്. ഓക്കെ. അപ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹം പിന്നീട് ബോട്ടണിയിൽ ബിരുദം എടുക്കാൻ വേണ്ടി എന്താണ് പിന്നെ മത മേലധികാരികൾ തന്നെ അദ്ദേഹത്തിനെ വിട്ടു. അങ്ങനെ അദ്ദേഹത്തിന് ഓൾറെഡി എന്താണ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ജീവികളെയും സസ്യങ്ങളെയും ഒക്കെ നിരീക്ഷിച്ചിട്ട് ഈ സ്വഭാവങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ കുട്ടികളിലേക്ക് വരുന്നതെന്നൊക്കെ ഒരു നിരീക്ഷണ പാഠവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ശാസ്ത്രത്തിന്റെ കൂടി ഒരു ബേസ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൂടുതൽ പഠനങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പൊ മെൻഡലിന്റെ അന്നത്തെ പ്രധാനപ്പെട്ട അദ്ദേഹം ഈ ഹണി ബീസിനെയും അതുപോലെ തന്നെ എലികളിലൊക്കെ ഒരുപാട് ബ്രീഡിംഗ് ഒക്കെ നടത്തിയിരുന്നു, എക്സ്പെരിമെന്റ്സ്. പക്ഷേ അദ്ദേഹത്തിന്റെ സഭാവിശ്വാസങ്ങളൊക്കെ ഇത്തരം ബ്രീഡിങ്ങിനൊക്കെ എതിരായതുകൊണ്ട് കൂടുതൽ കോൺട്രവേഴ്സിക്കൊന്നും നിൽക്കാതെ അദ്ദേഹം അത് സസ്യങ്ങളിലേക്ക് മാറി. അങ്ങനെ ഈ കടല വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്ന് അദ്ദേഹം ഈ പട്ടാണി കടല വാങ്ങിച്ചു. പിസം സറ്റൈവ എന്ന് പറയുന്നത് പീ പ്ലാന്റ്, നമ്മൾ ഈ കടയിൽ വാങ്ങിക്കാൻ നമുക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടൊക്കെ കിട്ടുമല്ലോ ബീൻസ്, അത് മഞ്ഞ കളറിൽ പിന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് കഴിക്കാനൊക്കെ കിട്ടും. അപ്പൊ ആ ബീൻസ് ആണ് ഇത്, പീ പ്ലാന്റ് അഥവാ പിസം സറ്റൈവ. അദ്ദേഹം ഇത് വാങ്ങിയിട്ട്, ഈ പിസം സറ്റൈവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ സീഡിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് ഉണ്ട്, റിങ്കിൾഡ് ഉണ്ട്, കളർ തന്നെ മഞ്ഞയുണ്ട്, ഗ്രീനും ഉണ്ട്. ഈ രണ്ട് കളറും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഫ്ലവറിന്റെ കളറ്, ഫ്ലവറിന്റെ ഷേപ്പ്, ഫ്ലവറിന്റെ എന്താണ് പൊസിഷൻ, ആക്സിയൽ ആണോ ടെർമിനൽ ആണോ, പോഡിന്റെ ഷേപ്പ്, കളർ, അങ്ങനെ കുറെ നിരവധിയായി 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഈ പീ പ്ലാന്റിനുണ്ട്. അപ്പോ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പീ പ്ലാന്റിനെ എടുത്ത് ഇതിന്റെ ഈ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സുകളെ വെച്ച് അദ്ദേഹം എക്സ്പെരിമെന്റ്സ് നടത്താൻ തുടങ്ങി. ഏകദേശം 1856 മുതൽ 1863 വരെയുള്ള നീണ്ട 7 വർഷക്കാലം അദ്ദേഹം ഈ പീ പ്ലാന്റിൽ പഠനം നടത്തി. ഏകദേശം 10,000 ചെടികളെയാണ് അദ്ദേഹം ആ സമയത്ത് എന്ത് ചെയ്തത്, ഈ ക്രോസ് ചെയ്തൊക്കെ എടുത്തത്. പിന്നെ അങ്ങനെയാണ് അദ്ദേഹം അവസാനം അച്ഛനമ്മമാരിൽ നിന്ന് കുട്ടികളിലേക്ക് എങ്ങനെയാണ് സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യുന്നു എന്നുള്ള പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പൊ അതിന് അദ്ദേഹം ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് ഈ കാണിക്കുന്നത്. മെൻഡലിന്റെ ആദ്യം അദ്ദേഹം ഓരോ ക്യാരക്ടറിനെ എടുത്ത് പഠനം നടത്തി. ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ക്യാരക്ടറിനെ എടുത്ത് പഠനം നടത്തുന്നതിന് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് ചിലപ്പോൾ നിങ്ങൾ 8-ലോ 9-ലോ 10-ലൊക്കെ ഈ ക്രോസ് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും, മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ടോൾ പീ പ്ലാന്റിനെ എടുത്തിട്ട് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹം എടുത്തു. അതിന് തന്നെ 2 വേരിയന്റ് ഉണ്ട് ഈ പീ പ്ലാന്റിന്, ടോളും ഉണ്ട് ഡ്വാഫും ഉണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ ടോളിനെ മെയിലുമായിട്ടും ഡ്വാഫിനെ ഫീമെയിലും ആക്കി എടുത്തു. ഇതാണ് പേരന്റ് എന്ന് പറയുന്നത്, ടോള് ഡോഫ്. ആദ്യത്തെ ക്രോസിൽ അദ്ദേഹം ടോളിനെ മെയിലും, ഈ പീ പ്ലാന്റിന്റെ ഫ്ലവറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതില് സെൽഫിങ് നടക്കുന്ന ഫ്ലവർ ആണ്. അതായത് അതിന്റെ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഒരു ഫ്ലവറിൽ തന്നെയാണ്. അപ്പം അതിന്റെ തന്നെ പോളൻ, അതായത് അതിന്റെ പൂമ്പൊടി ഉണ്ടല്ലോ, പോളനാണ് അതിന്റെ മെയിൽ പാർട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് സ്പേം ഉണ്ട്, മെയിൽ ഗ്യാമേറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ തന്നെ പോളൻ അതിന്റെ സ്റ്റിഗ്മയിൽ പോയി വീണിട്ട് അത് താഴെ വന്ന് അതിന്റെ ഓവറിയിലുള്ള ഓവുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് സീഡ് ഉണ്ടാവുന്നതും പിന്നീട് ചെറിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നതും. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, നമ്മളിവിടെ ക്രോസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് സെൽഫിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 2 വ്യത്യസ്ത സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹം ആദ്യം ടോളിനെ എടുത്തിട്ട് അതിലെ പോളൻ പോളൻ എടുത്ത് ഈ ഡോഫിനെ ഫീമെയിൽ ആക്കണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, ഇമാസ്കുലേഷൻ എന്നാണ് പറയുക. അതായത് അതിന്റെ പോളൻസ് കട്ട് ചെയ്ത് കളയും. അപ്പോൾ അതിന്റെ മെയിൽ പാർട്ട് അങ്ങ് പോയി. അപ്പൊ ഇതൊരു ഫീമെയിൽ ഫ്ലവർ ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽ പോളൻ വരുന്നുണ്ട്, ഇതിലെ പോളൻ എടുത്ത് ടോളിന്റെ പോളൻ എടുത്ത് ഡ്വാഫിന്റെ സ്റ്റിഗ്മയിലിടും. അപ്പം ടോൾ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഡ്വാഫിന്റെ ക്യാരക്ടറുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹം ക്രോസ് ചെയ്തിട്ട് അതിന് സീഡ് ഉണ്ടായി. ആ സീഡ് ഏകദേശം ഒരു 2 വീക്സ് ഒക്കെയാണ് ഇതിന്റെ ഒരു സീഡ്
വിത്തിട്ട് വിരിഞ്ഞ് അടുത്ത പ്ലാന്റ് ആവാനുള്ള കാലാവധി എന്ന് പറയുന്നത് അത്രയും സമയമാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ജനറേഷൻ കിട്ടും. അങ്ങനെ അദ്ദേഹം F1 ജനറേഷൻ എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് എല്ലാം ടോൾ പ്ലാന്റിനെയാണ് കിട്ടിയത്. പക്ഷെ നമ്മൾ എന്താണ് ഡോഫിനെയും കൂടി ഇതിനകത്ത് ക്രോസ് ചെയ്യിച്ചായിരുന്നു. പക്ഷെ കിട്ടിയതെല്ലാം ടോൾ ആയിരുന്നു. ഡോഫ് എന്ന് പറയുന്ന സ്വഭാവം കാണുവാനേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? ഇത് അന്ന് എന്താണ് ഇതിനകത്ത് എന്താ നോക്കണം, നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ നമുക്ക് ജീനും ഒക്കെ കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും അറിയാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് മാത്രമേ അദ്ദേഹത്തിന് ക്യാരക്ടറായിട്ട് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ടോളിനെ F1 കിട്ടിയ ടോളിനെ ഓരോന്നിനെ എടുത്ത് അദ്ദേഹം സെൽഫി ചെയ്തു. അതിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു ഫ്ലവർ വന്ന് അത് എന്താണ് ബഡായി വിരിയുന്നതിന് തൊട്ട് മുമ്പ് അതിനെ ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യും. അപ്പൊ അതിൽ വേറെ പൂമ്പൊടി ഒന്നും വന്ന് വീഴുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ സെൽഫി ചെയ്തിട്ട് അദ്ദേഹം അടുത്ത ജനറേഷൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് കുറച്ചും കൂടി എന്താണ് കുറച്ച് ഒരു എന്താണ് അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. ഒരു 3:1 എന്നുള്ള റേഷ്യോയിൽ അദ്ദേഹത്തിന് ടോളും കിട്ടി, ഡ്വാഫും കിട്ടി. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയും ഈ F1 പേരന്റിനെയാണ് നമ്മൾ ക്രോസ് സെൽഫി ചെയ്ത് F2 ഉണ്ടാക്കിയത്. പക്ഷെ F1 എങ്ങും ഡോഫ് ഇല്ല. പക്ഷെ ഇതിലെ കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനകത്ത് ഡോഫ് പ്ലാന്റിനെ നമുക്ക് കിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താന്ന് ചോദിച്ചാല് രണ്ട് വ്യത്യസ്ത എന്താണ് ഇതിന് കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ ഇനിയിപ്പം എന്താണ് ഓക്കെ അപ്പം അദ്ദേഹം പറഞ്ഞ എന്താന്ന് ചോദിച്ചാല് ഈ F1 ടോളിനകത്ത് ഡോഫ് എന്ന് പറയുന്ന സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡോഫിനെ ഈ ടോൾ എന്ത് ചെയ്തു? സപ്രസ് ചെയ്തു വെച്ചു. ഇവിടെ ടോൾ എന്ന് പറയുന്നത് അതായത് രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒന്നൊന്നിനെ ഡോമിനേറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ F1 ടോൾ എന്ന് പറയുന്നത് ഡോമിനന്റും ഡോഫ് എന്ന് പറയുന്നത് അതായത് ഹൈറ്റിന്റെ കാര്യത്തില് ടോൾ ഡോമിനന്റും ഡോഫ് റെസസീവും ആണ്. ഇത് പ്രകട ഗുണവും ഇത് ഗുപ്ത ഗുണവും എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ ഈ ടോളും ഡോഫും ഒരുമിച്ച് വരുമ്പോൾ ടോള് ഡോഫിനെ എന്ത് ചെയ്യുന്നു? സപ്രസ് ചെയ്യുന്നു. ഇതിപ്പോ സെപ്പറേറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഡോഫ് അതിന്റെ സ്വഭാവം കാണിക്കും. പക്ഷെ ടോളിന്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ ഇത് സപ്രസ്ഡ് ആയിപ്പോവും. നമുക്ക് ടോള് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് F1 നമുക്ക് ഡോഫ് കാണാൻ കഴിയാതിരുന്നത്. പക്ഷെ അതിനകത്ത് ഡോഫ്നെസ് എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം എന്താണ് തനിച്ചിരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഡോഫിന്റെ സ്വഭാവം പുറത്തു വന്നു. അതാണ് നമുക്ക് സെക്കൻഡ് ജനറേഷനിൽ എന്താണ് 3:1 എന്നുള്ള റേഷ്യോയിൽ ഡോഫിനെയും കിട്ടിയത്. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് മെന്റൽ പറഞ്ഞ എന്താന്ന് ചോദിച്ചാല് ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ചില ഫാക്ടേഴ്സ് ആണ്. ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിന് തന്നെ ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ടോളിന് ഒരു ഫാക്ടർ ഉണ്ട്, ഡോഫിന് ഒരു ഫാക്ടർ ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ടോള് ഡോഫിനെ സപ്രസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഇത് അദ്ദേഹത്തിന്റെ എന്താണ് പിന്നെ എക്സ്പെരിമെന്റ് ഇതൊരു മൂവിയാണ്, ലൈഫ് ഓഫ് ഗ്രിഗർ മെന്റൽ, ഗാർഡൻ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ മൂവി കാണാൻ കഴിയും. അപ്പൊ അതിനകത്തു നിന്നുള്ള കുറച്ച് പിക്ചേഴ്സ് ആണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയാണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുള്ളതെന്ന്. ഈ ഓരോ ഫ്ലവറിനെ എടുത്ത് അതിന്റെ പൂമ്പൊടിയൊക്കെ എന്താണ് പോളൻ റിമൂവ് ചെയ്യുന്നു, അത് വേറൊരു ഫ്ലവറിൽ കൊണ്ടുവന്ന് അതിനെ പിന്നെന്താണ് ഇടുന്നു, പിന്നെ കിട്ടുന്ന സീഡ്സിനെ എടുത്തതാ ഇതേപോലെ. ഇതൊരു മൂവിയാണെന്ന് ഞാൻ പറഞ്ഞു, റിയൽ പിക്ചർ അല്ല. അപ്പൊ ഇതേപോലെ എന്താണ് കാൽക്കുലേഷൻസ്, സീഡുകൾ എടുത്തുകൊണ്ട് വന്ന് ആ സീഡ് വിത്തിട്ട് വിരിയിക്കാൻ വേണ്ടി അതിനെ പ്രത്യേകം എന്താണ് കുപ്പികളിലാക്കി വെച്ച് അതിനെക്കുറിച്ച് കുറേ കാൽക്കുലേഷൻസ് ഉണ്ടാക്കി. കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം എന്ത് ചെയ്തത്, പ്രപ്പോസ് ചെയ്തത്. ഇങ്ങനെ ഓരോ കുപ്പികളിൽ ഓരോ ക്യാരക്ടേഴ്സ് അത് ഏതൊക്കെ തരത്തിലുള്ള സീഡുകളാണെന്നൊക്കെ എഴുതി വെച്ച് അത്രമാത്രം എന്താണ് പിന്നെ സൂക്ഷ്മതയോട് കൂടിയാണ് അദ്ദേഹം തന്റെ എക്സ്പെരിമെന്റ്സ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം 1865 എക്സ്പെരിമെന്റ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന തന്റെ ഒരു റൈറ്റപ്പ് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി പബ്ലിഷ്. അങ്ങനെ അദ്ദേഹം 1884 തന്റെ 61ാമത്തെ വയസ്സില് ഇതൊന്നും ആരാലും അംഗീകരിക്കപ്പെടാതെ മരിച്ചുപോയി. ഒന്നാമത്തെ കാര്യം, ഈ ആദ്യമായിട്ടായിരുന്നു ബയോളജിയില് എന്താണ് മാത്തമാറ്റിക്സ് കമ്പൈൻ ചെയ്ത് അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ അദ്ദേഹം പ്രസന്റ് ചെയ്തത്. അപ്പം ശാസ്ത്ര ലോകത്തിന് അത് എന്താണ് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ ഒക്കെ എന്തായാലും അത് ആരാലും അംഗീകരിച്ചില്ല. പിന്നീട് 1900 ആ സമയത്താണ്, ഏകദേശം ഒരു 10-20 വർഷങ്ങളോ
ഒക്കെ ശേഷമാണ് 3 സയന്റിസ്റ്റുകൾ, ഡീബ്രീസ്, കോറൻസ് ആൻഡ് ഷെർമാർക്ക്, ഇവർ 3 പേരും 3 രാജ്യങ്ങളിലെ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി അങ്ങനെ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. അവർ ഇതുപോലെ പ്ലാന്റ്സിന്റെ ഹൈബ്രിഡൈസേഷനിലെ പഠനം നടത്തി. അപ്പൊ ഇതിനു മുമ്പ് ആരെങ്കിലും ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോഴാണ് മെന്റലിന്റെ വർക്കുകളെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ അവര് എന്ത് ചെയ്തു, മെന്റലിന്റെ വർക്ക് റീഡിസ്കവർ ചെയ്തത് പബ്ലിഷ് ചെയ്തു. ശരിക്കും പറഞ്ഞാല് ഇവര് 3 പേരും ശാസ്ത്രത്തിന്റെ ഒരു ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ നിറഞ്ഞ പേറ്റൻസി എടുക്കാൻ നെട്ടോട്ട് ഓടുന്ന ആൾക്കാർ ശാസ്ത്ര ലോകത്തിന്റെ ഇടയ്ക്ക് ഇവരെ പോലെയുള്ള ശാസ്ത്രജ്ഞരെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ മാതൃകയാവേണ്ടതാണ്. അപ്പം അവര് ശാസ്ത്രത്തിന്റെ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഈ തിയറീസ്, ഈ മെന്റലിന്റെ വർക്ക് പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആരാലും അറിയാതെ മെന്റല് പോയേനെ. അദ്ദേഹത്തിന്റെ വർക്കിൽ പിന്നീട് പുന്നറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ക്വയർ വരച്ചുകൊണ്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനകത്ത് കാണുമ്പോൾ മെന്റലിന്റെ ക്രോസ് എന്ത് ചെയ്തു, നമുക്ക് കുറച്ചും കൂടി അതിന്റെ ഒരു പുതിയ എക്സ്പ്ലനേഷൻ ആണിത്. അപ്പൊ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്ത് അദ്ദേഹം ഫാക്ടേഴ്സ് എന്നല്ലേ വിളിച്ചത്. ഇപ്പൊ നമുക്കറിയാം ഫാക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ജീൻസ് ആണ്. അതായത് ടോളിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് ക്യാപിറ്റൽ ടി. അല്ല ക്യാപിറ്റൽ ടി. എപ്പോഴും ഫാക്ടേഴ്സ് പെയറുകളായിട്ടാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ജീനുകൾ എപ്പോഴും പെയർഡ് ആണ്. ഡോഫിനെ സ്മോൾ ടി ഡിറ്റർമൈൻ ചെയ്യുന്നു. F1 ഓരോ ഗ്യാമേറ്റിലേക്ക് ഓരോ ടി എൻറ്റർ ചെയ്യുന്നു. ആ ഗ്യാമേറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഒരുമിച്ച് വരുന്നു. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ സപ്രസ് ചെയ്യുന്നു. നമുക്ക് ടോള് മാത്രം കാണാൻ കഴിയുന്നു. അതിനെ സെൽഫ് ചെയ്യുമ്പോൾ 4 തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഉണ്ടാവുന്നു. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടിന്ന് ഗ്യാമേറ്റ് ഉണ്ടാവുമ്പോൾ 50% ഓഫ് ദ ഗ്യാമേറ്റ് വിത്ത് ക്യാപിറ്റൽ ടിയും 50% വിത്ത് നമുക്ക് സ്മോൾ ടിയും കിട്ടും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ഇതാണ് മെന്റലിന്റെ ഒരു ലോ എന്ന് പറയുന്നത്, ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയും. 2 വ്യത്യസ്ത ജീനുകള് അല്ലെങ്കിൽ ഈ വേരിയന്റുകള് ഒരുമിച്ചിരുന്നാലും അത് ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് റാൻഡം ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഗ്യാമേറ്റിലേക്ക് കയറുന്നത് കൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി ഓൾവേസ് സ്മോൾ ടിയുടെ കൂടെ പോകുള്ളൂ എന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ സ്മോൾ ടി എന്ന് പറയുന്ന ഡോഫിനെ കിട്ടില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് മെന്റലിന്റെ ക്രോസിന്റെ പുതിയ എക്സ്പ്ലനേഷൻ. അപ്പോ അങ്ങനെ മെന്റല് പ്രപ്പോസ് ചെയ്ത ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ലോ ഓഫ് യൂണിറ്റ് ഫാക്ടേഴ്സ്, അതായത് ഫാക്ടേഴ്സ് ഓൾവേസ് സീൻ ഇൻ പെയർസ്. ഫാക്ടേഴ്സ് എപ്പോഴും പെയറുകളായിട്ടാണ് കാണുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി, അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡിൽ വരുമ്പോൾ അത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ. പിന്നെ എന്ന് പറയുന്നത് ഡോമിനൻസ് ആൻഡ് റെസസീവ് നമ്മൾ പറഞ്ഞു. 2 വ്യത്യസ്ത വെറൈറ്റികൾ, 2 വ്യത്യസ്ത, നമ്മൾ അതിനെ അലീലുകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന 2 ജീനുകളെ, വ്യത്യസ്ത ജീനുകളെ നമ്മൾ അലീലുകൾ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഹൈറ്റിന്റെ 2 അലീൽസ് ആണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയാം. ഓക്കെ. വേറെ ഒന്നുമില്ല, അലീൽ എന്ന് പറഞ്ഞാൽ ജീൻ തന്നെയാണ്. അപ്പോ 2 വ്യത്യസ്ത അലീലുകൾ ഒരുമിച്ച് വരുമ്പോൾ ഒന്നിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ഇതാണ് ഡോമിനൻസ്. സെഗ്രിഗേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് അവ ഒരുമിച്ചിരിക്കുന്നില്ല, സെപ്പറേറ്റ് ചെയ്ത് റാൻഡം ആയിട്ട് ഓരോ ഗ്യാമേറ്റിലേക്കും 50% വെച്ച് കയറി പോകുന്നു. പിന്നെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ക്രോസ്, അതായത് 2 വ്യത്യസ്ത സ്വഭാവങ്ങളെ ഇതുപോലെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ, ഇപ്പം നമ്മളിവിടെ ഹൈറ്റ് മാത്രമാണ് എടുത്തത്, കൂട്ടത്തിൽ നമ്മൾ സീഡിന്റെ കളറോ സീഡിന്റെ ഷേപ്പോ ഒക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ 2 ഗ്യാമേറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് അവിടെ 4 വ്യത്യസ്ത ഗ്യാമേറ്റുകൾ കിട്ടും. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ, ഇനി മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ. അപ്പൊ ഞാൻ അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അങ്ങനെ 1900 ആ സമയത്താണ് ജെനറ്റിക്സ് എന്ന് പറയുന്ന മെന്റലിന്റെ വർക്ക് പബ്ലിഷ് ചെയ്തതോടുകൂടി ജെനറ്റിക്സ് എന്ന് പറയുന്ന, ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുതിയ ശാസ്ത്രശാഖ ഉടലെടുത്തു. അതിന്റെ പിതാവായിട്ട് മെന്റലിനെ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഇങ്ങോട്ട് ജനിതക പഠനങ്ങൾ മുഴുവനും നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് മെന്റലിനെ ഒരു ഗ്രേറ്റ് സയന്റിസ്റ്റ് എന്ന് പറയാനുള്ള കാരണങ്ങൾ ചുരുക്കി ഞാനൊന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, മെന്റലിന്റെ ഈ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്
കൃത്യമായ സയന്റിഫിക് മെത്തഡോളജി ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. കൃത്യമായ കാൽക്കുലേഷൻസോട് കൂടി എങ്ങനെയാണോ ഒരു സയന്റിഫിക് മെത്തേഡിൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റും ഒബ്സർവേഷനും ഹൈപ്പോത്തസിസ് ഒക്കെ ചെയ്ത് അവസാനം അത് എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു അസംഷനിൽ എത്തുന്നത്, അതേപോലെ തന്നെയായിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ എന്താണ് സ്പെസിമെൻ, ഈ പറഞ്ഞ നേരത്തെ പീ പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ലൈഫ് സ്പാനിലുള്ളതായതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇപ്പൊ മനുഷ്യന്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഏജ് അറ്റൈൻ ചെയ്ത് കുഞ്ഞാവാനൊക്കെ 10-20 വർഷം എടുക്കും. അപ്പൊ അദ്ദേഹം വളരെ എന്താണ് ഷോർട്ട് ലൈഫ് സ്പാൻ ഉള്ള ഒരു സ്പെസിമെൻ ആണ് എടുത്തത്. അതിന് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് എന്താണ് അവയെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന് പഠനം നടത്താൻ പറ്റി. പിന്നെ അദ്ദേഹം തൻ്റെ പഠനങ്ങൾ എന്താണ് പിന്നെ അക്യുറേറ്റ് ആയിട്ട് കണക്ക് വഴി ക്വാണ്ടിഫയബിൾ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ റെക്കോർഡുകൾ ഉണ്ടാക്കി വെച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ സമയത്താണ് 1889 ചാൾസ് ഡാർവിന്റെ കടന്നുവരവ്. ആ സമയത്താണ് അദ്ദേഹം തന്റെ എന്താണ് ഒറിജിനൽ സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന പിന്നെ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഡാർവിന്റെ എവല്യൂഷൻ തിയറിയൊക്കെ കുറിച്ച് കുറെ ധാരണകൾ ഉണ്ടായിരിക്കും. അപ്പൊ അന്ന് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം അതിൽ പറയുന്നത് എല്ലാ ജീവികൾക്കും ജന്മന ഒരു സ്വഭാവമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഓവർ പ്രൊഡക്ഷൻ ആണ്, കണ്ടിന്യൂസ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ അങ്ങനെ ഒരു ജീവിയും ഭൂമിയിൽ അൺലിമിറ്റഡ് ആയിട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്ക് നിങ്ങളെയും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ഒരു സാധ്യതയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനങ്ങ് പറഞ്ഞു പോകുന്നത്. എനിക്ക് ശരിക്കും നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാനായിരുന്നു താല്പര്യം. ഓക്കെ, അപ്പോ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഫുഡ്, ഷെൽട്ടർ, മെയ്റ്റ് ചെയ്യുമ്പോഴേ ഇതൊക്കെ റിസോഴ്സസ് ലിമിറ്റഡ് ആവുമ്പോൾ ഈ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈ റിസോഴ്സസിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ ഓവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷേ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ റിസോഴ്സസിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ എപ്പോഴും അച്ഛനമ്മമാരിൽ വ്യത്യസ്തരായിരിക്കും. അഥവാ വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയ വേരിയേഷൻസോട് കൂടിയ ജീവികളായിരിക്കും ഉണ്ടാവുന്നത്. അതില് ആ മാറിയ അല്ലെങ്കിൽ നന്നായിട്ട് റിസോഴ്സസിനെ യൂസ് ചെയ്യാൻ കഴിയുന്ന, അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ജീവി സർവൈവ് ചെയ്യും. ആ സർവൈവ് ചെയ്യുന്ന ജീവി അടുത്തടുത്ത ജനറേഷൻസിലേക്ക് ആ വ്യതിയാനം, ആ ബെറ്റർ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മാറിയ പ്രകൃതി അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ജീവിയാണ് നമ്മൾ ഫിറ്റസ്റ്റ് ആനിമൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഏത് സ്വഭാവമാണോ അതിനെ അഡാപ്റ്റേഷൻ അഥവാ അനുകൂലമായി മാറിയത്, ആ സ്വഭാവം അടുത്തടുത്ത ജനറേഷൻസിലേക്ക് മാറ്റമില്ലാതെ കൈമാറ്റം ചെയ്യും. അപ്പോ അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഈ അച്ഛനമ്മമാരുന്ന കുട്ടികളിലേക്ക് സ്വഭാവങ്ങൾ മാറ്റമില്ലാതെ എങ്ങനെ കൈമാറ്റം ചെയ്യും? ഒന്ന്, എങ്ങനെയാണ് ഈ വേരിയേഷൻ ഉണ്ടാവുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഡാർവിന്റെ പിന്നെ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തത് മെൻഡലിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ മെൻഡൽ 1866 പബ്ലിഷ് ചെയ്ത തന്റെ പേപ്പറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റൽ ടി സ്മോൾ ടി F1 ഒരുമിച്ച് വരുമ്പോൾ അത് കൂടിക്കലരുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇവിടെ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി ഒരു പേരന്റിൽ നിന്ന് വന്നു, സ്മോൾ ടി ഒരു പേരന്റിൽ നിന്ന് വന്നു. ഇത് രണ്ടും ഒരു ഓർഗാനിസത്തിൽ ഒരുമിച്ച് വരുമ്പോൾ, ഹൈബ്രിഡിൽ ഒരുമിച്ച് വരുമ്പോൾ ഇത് തമ്മിൽ കൂടിക്കലരുന്നില്ല. മാത്രമല്ല ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ഇതിനെ അതേ പ്യൂരിറ്റിയോടുകൂടി ഗ്യാമേറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇതിനെ പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്റർമീഡിയറ്റ് സ്വഭാവമൊന്നും കിട്ടാതെ അതേ പേരന്റിന്റെ അതേ പൊക്കമുള്ള ടോളും പേരന്റിന്റെ അതേ ഹൈറ്റുള്ള ഡോഫിനെ നമുക്ക് കിട്ടിയത്. അപ്പോ ഇതാണ് ഈ എവല്യൂഷൻ തിയറിയുടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തത്. അച്ഛനമ്മമാരിന് കുട്ടികളിലേക്ക് സ്വഭാവങ്ങൾ മാറ്റമില്ലാതെ എങ്ങനെ കൈമാറ്റം ചെയ്യുന്നു. ഇനി ഈ സ്വഭാവങ്ങൾ എങ്ങനെയാണ് വേരിയേഷൻസ് ഉണ്ടാവുന്നത്, ഇതെല്ലാം മെൻഡലിന്റെ തിയറി പ്രിൻസിപ്പിൾസിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ മെൻഡലിന്റെ പ്രിൻസിപ്പിൾസിൽ ഒരുപാട് പുതിയ പഠനങ്ങളൊക്കെ നടന്നു. എക്സ്റ്റൻഷൻ ഓഫ് മെന്റേലിയൻ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, ഇതും നിങ്ങൾ മുതിർന്ന ക്ലാസ്സിലൊക്കെ പഠിക്കും. ഒന്ന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. മെന്റൽ പറഞ്ഞത് എല്ലായ്പ്പോഴും രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ
പിന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു എന്താണ് സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഫ്ലവർ കളറിൽ നടത്തി പഠനം തെളിയിച്ചത് എന്താണ് റെഡും വൈറ്റും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് പിങ്ക് കളർ കിട്ടും. അതായത് റെഡും കിട്ടത്തില്ല, എന്താണ് വൈറ്റും കിട്ടില്ല, രണ്ട് പേരന്റിന്റെ ക്യാരക്ടർ കിട്ടില്ല, പകരം നമുക്കൊരു വ്യത്യസ്ത സ്വഭാവം കിട്ടും. ഈ പിങ്ക് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആണ് നമുക്കറിയാം അല്ലെ. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് ഈ റെഡും വൈറ്റും എന്താണ് ഡോമിനന്റ് അല്ല, രണ്ടും ഇൻകംപ്ലീറ്റ് ആണ്. കുറച്ച് അതിന്റെ സ്വഭാവങ്ങൾ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കിട്ടും. ഇപ്പൊ നമ്മൾ ഏറ്റവും ഓൾ ആൻഡ് ഓഫ് ഇന്റർമീഡിയറ്റ് ഇൻകംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ നമുക്കൊരു മീഡിയം ഹൈറ്റ് ഉള്ള പ്ലാന്റ് കിട്ടിയാണ്. ഇതിന് കുറച്ച് എന്താണ് ബയോകെമിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്, ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അടുത്തത് കോ ഡോമിനൻസ് ആണ്. അതായത് എല്ലായ്പ്പോഴും അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒന്ന് മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യണമെന്നില്ല, രണ്ടും ഡോമിനേറ്റ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവാം. കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വ്യത്യസ്ത അലീലുകൾ ഒരുമിച്ച് വരുമ്പോൾ അഥവാ ജീനുകൾ ഒരുമിച്ച് വരുമ്പോൾ ഇവിടെ ബ്ലഡ് എന്താണ് ഹ്യൂമൻ ബ്ലഡ് ആണ് നമ്മൾ കാണിക്കുന്നത്. എക്സാമ്പിൾ ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ABO ഇത്രയും ബ്ലഡ് ഗ്രൂപ്പ്സ് മനുഷ്യനുണ്ട്. അപ്പൊ മനുഷ്യന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് 3 അലീലുകൾ ചേർന്നിട്ടാണ്, 3 ജീനുകൾ ചേർന്നിട്ടാണ്. അല്ലെങ്കിൽ 3 അലീലെന്ന് നമുക്ക് വിളിക്കാം, കാരണം 3 ജീൻ അല്ല, ആക്ച്വലി അത് 3 അലീലാണ്. ഒരു ജീന്റെ തന്നെ ഇവിടെ ജീൻ എന്ന് പറയുന്നത് I ആണ്. ഐയുടെ 3 വ്യത്യസ്ത ഭാവങ്ങളാണ് IA, IB ആൻഡ് സ്മോൾ I. IA ഒരുമിച്ച് വന്നാൽ അത് A ആവും, IAയും IBയും ഒരുമിച്ച് വന്നാൽ അത് AB ആവും. AB ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോ ഡോമിനൻസ്. രണ്ട് ജീനുകൾ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇവരുടെ RBCയുടെ എന്താണ് പിന്നെ കേൾക്കാലോ അല്ലേ ദിലീന? ഈ എന്താണ് AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു RBCയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ A ആന്റിജനും B ആന്റിജനും 2 പ്രോട്ടീൻ കാണും. അപ്പൊ അതിനെ വെച്ചിട്ടാണ് ഈ ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവരിൽ Aയും എക്സ്പ്രസ് ചെയ്യും, Bയും എക്സ്പ്രസ് ചെയ്യും. ഇതൊരു കോ ഡോമിനൻസ് ആണ്. രണ്ട് വ്യത്യസ്ത അലീലുകൾ ഒരുമിച്ച് വരുമ്പോൾ രണ്ടും എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ കുറെ എന്താണ് പിന്നെ പുതുതായി വന്ന പഠനങ്ങളാണ് പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ ജീൻ തന്നെ ഒന്നിലധികം ഫിനോട്ടിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നിലധികം അലീലുകൾ ഒരു സ്വഭാവം എക്സ്പ്രസ് ചെയ്യാം, ഒരു സ്വഭാവത്തെ ഡിറ്റർമിൻ ചെയ്യാം. ഇത് ഒരു സിംഗിൾ ജീൻ ഒന്നിലധികം ഫിനോട്ടിപ്പിക്, അതായത് ഒന്നിലധികം സ്വഭാവങ്ങൾ കാണിക്കാം. ഫോർ എക്സാമ്പിൾ ഈ മർഫൻ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്മുടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നതാണ്. ഇതൊരു കണക്റ്റീവ് ടിഷ്യൂനാണ് ഈ ജീൻ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ അവരില് എന്താണ് ടോൾ ആയിരിക്കും ശരീരം, ഭയങ്കര തിന്നായിരിക്കും, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അറിയാം. അങ്ങനെ കുറെ ഫിനോട്ടിപ്പിക് ഇഫക്റ്റ് ഒറ്റ ജീൻ കൊണ്ടുവരും. ഇതിനെയാണ് പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, നമ്മുടെ ശരീരത്ത് 46 ക്രോമസോംസ് ഉണ്ട് നമുക്കറിയാം മനുഷ്യനില്. അതില് 44 എണ്ണം നമ്മുടെ എന്താണ് നോർമൽ, അതായത് സൊമാറ്റിക് ഓട്ടോസോമൽ ക്രോമസോംസ് എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ സ്കിൻ കളറ്, പിന്നെ നമ്മുടെ ശരീരത്തെ മറ്റ് പ്രോട്ടീൻസ് ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. അതേസമയം 2 ക്രോമസോംസ് എക്സും വൈയും നമ്മുടെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. 2 എക്സ് വന്നാൽ ഫീമെയിൽ ആവും, ഒരു എക്സും വൈയും വന്നാൽ മെയിൽ ആവും. നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ചില ജീനുകൾ ഇരിക്കുന്നത് ഈ സെക്സ് ക്രോമസോംസിലാണ്. അങ്ങനെ സെക്സ് ക്രോമസോംസിൽ ഇരിക്കുന്ന ജീനുകൾ ഉണ്ടാക്കുന്ന ഡിസീസുകളെ നമ്മൾ സെക്സ് ലിങ്ക്ഡ് ഡിസീസസ് എന്ന് വിളിക്കും. ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, ഇതൊക്കെ സെക്സ് ലിങ്ക്ഡ് ഡിസീസസ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതായത് സ്കിൻ കളർ എടുക്കാം. സ്കിൻ കളർ എന്ന് പറയുന്നത് 3 ജീനുകൾ ചേർന്നിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ABC. 3 ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ ഡാർക്ക് സ്കിൻ കളർ ആവും. 3 സ്മോളെ വന്നു കഴിഞ്ഞാൽ അതെന്താവും, പിന്നെ എന്താണ് ലൈറ്റ് കളർ, നമ്മൾ വൈറ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്താണ് ഇതിന്റെ മോളിക്കുലർ ജെനറ്റിക്സിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ ശരീരം കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസ് ഉണ്ട്. ക്രോമസോംസിലാണ് എന്ത് ഇരിക്കുന്നത്, DNA അഥവാ ജീൻ ഇരിക്കുന്നത്. അപ്പൊ ഈ ജീൻ ഇങ്ങനെ എന്താണ് ചുരുട്ടി 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 കോയിൽ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ ക്രോമസോം എന്ന് പറയുന്നത്. അങ്ങനെ DNA കോയിൽ ചെയ്താണ് ആക്ച്വലി ക്രോമസോംസ് ഉണ്ടാവുന്നത്. അപ്പോ
ഇങ്ങനെ ആ സമയത്താണ് സട്ടൻ ആൻഡ് ബൊവേറി എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാല് അവര് പറഞ്ഞത് മെന്റലിന്റെ ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജീനുകളാണ്. ആ ജീനുകൾ ഇരിക്കുന്നത്, ജീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് DNA. ഇതിരിക്കുന്നത് ക്രോമസോംസിലാണ്. അപ്പൊ ആക്ച്വലി ക്രോമസോംസ് ആണ് അച്ഛനമ്മമാരിൽ കുട്ടികളിലേക്ക് പാസ് ഡൗൺ ചെയ്യപ്പെടുന്നത്. അതിനകത്താണ് ജീൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ജീനുകളും എന്താണ് ക്രോമസോമിനോടൊപ്പം പിന്നെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇത് മാത്രമല്ല, ന്യൂക്ലിയസിലുള്ള DNA കൂടാതെ എന്താണ് നമ്മുടെ ശരീരത്ത് ജീവികളുടെ മൈറ്റോകോൺട്രിയ ഉണ്ട്. അതിൽ ഒരു ചെറിയ പിന്നെന്താണ് DNA ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ്, നമുക്കറിയാം ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ക്ലോറോപ്ലാസ്റ്റിലും DNA ഉണ്ട്. ഇതിനെ നമ്മൾ എക്സ്ട്രാ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന DNA കൂടാതെ അച്ഛനമ്മമാരിൽ കുട്ടികളിലേക്ക് പാസ് ഡൗൺ ചെയ്യപ്പെടുന്നതാണ് ഈ മൈറ്റോകോൺട്രിയൽ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് DNA. ഈ മൈറ്റോകോൺട്രിയൽ DNAക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ മൈറ്റോകോൺട്രിയയും നിങ്ങളുടെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. കാരണം സ്പേമും ഓവും ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു സൈഗോട്ട് അഥവാ സിക്താണ്ഡം ഉണ്ടാവുന്നത്. ആ സമയത്ത്, അതായത് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അതിന്റെ ന്യൂക്ലിയസ് മാത്രമാണ്, ഹാഫ് ഓഫ് ദ ന്യൂക്ലിയസ് മാത്രമാണ് ഈ അച്ഛൻ നിന്ന് നമുക്ക് കിട്ടുന്നത്. ബാക്കി സെൽ ഓർഗനൽസ് എല്ലാം നമുക്ക് അമ്മയിൽ നിന്നാണ്. അപ്പൊ അതിനകത്തൊരു സെൽ ഓർഗൻ ആണ് മൈറ്റോകോൺട്രിയ. അതിലെ DNA ആക്ച്വലി നമുക്ക് അമ്മയിൽ നിന്നാണ്. മാട്രിലീനിയൽ ആണ് നമ്മുടെ മൈറ്റോകോൺട്രിയ നോക്കിക്കഴിഞ്ഞാൽ, മൈറ്റോകോൺട്രിയൽ DNA നോക്കിക്കഴിഞ്ഞാൽ. പിന്നെയാണ് 1952 എന്താണ് ഒരു കുറേ കാലം പിന്നെ ശാസ്ത്രലോകം ഒരു അന്വേഷണത്തിലായിരുന്നു. ഈ ജീൻ എന്ന് പറഞ്ഞാൽ കെമിക്കലി എന്താണ്? നമുക്ക് സെല്ല് നോക്കി അതിനകത്ത് DNA ഉണ്ട്, RNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ ഇതിൽ ആരാണ് DNA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീൻ എന്ന് പറയുന്നതിൽ ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അങ്ങനെ കുറേ സയന്റിസ്റ്റുകൾ പലതരത്തിലുള്ള എന്താണ് പരീക്ഷണങ്ങളൊക്കെ നടത്തി അവസാനം തെളിയിക്കപ്പെട്ടു DNA ആണ് എന്തെന്ന് പറയുന്നത് ജീൻ അഥവാ ജനറ്റിക് മെറ്റീരിയൽ ആണ്. അതാണ് ഹെറിഡിറ്ററി, ദ ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് DNA എന്ന് മനസ്സിലായി. ആ DNAയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് വാട്സണും ക്രിക്കും ചേർന്നിട്ടാണ്. ഇതാണ് DNAയുടെ എന്താണ് പിന്നെ മോഡൽ എന്ന് പറയുന്നത്. ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്നാണ് ഇതിനെ വിളിക്കുക. അതായത് ഒരു ചുറ്റുഗോവണി പോലെയാണ് DNA ഇരിക്കുന്നത്. ഈ കണ്ടുപിടുത്തത്തിന് അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടി 1962. അപ്പോൾ ഇവർ ഇത് കണ്ടുപിടിച്ചത് മോറിസ് വിൽക്കിൻസും റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, 2 സയന്റിസ്റ്റുകൾ ചേർന്നുണ്ടാക്കിയ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ സ്ട്രക്ചർ അവർ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ആ ഡിസ്കവറിക്ക് അവർക്ക് 3 പേർക്കും നൊബേൽ പ്രൈസ് കിട്ടി. അത് റോസലിൻ ഫ്രാങ്ക്ലിൻ ഇല്ല, ബിക്കോസ് നൊബേൽ പ്രൈസ് കിട്ടുന്നതിന് മുന്നേ തന്നെ അവര് മരിച്ചു പോയിരുന്നു. പിന്നീട് നമ്മൾ ഒരു ജെനറ്റിക്സിന്റെ എന്താണ് പഠനത്തെ കുറിച്ചുള്ള ഒരു ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. എന്താണ് പിന്നെ മെന്റലിന്റെ വർക്ക്, അതിന്റെ റീഡിസ്കവറി, ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്നെ DNA സ്ട്രക്ചർ, പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് 1780 ആ സമയത്ത് DNA ടെക്നോളജി അതോ ബയോടെക്നോളജി ഡെവലപ്പ് ചെയ്തു. പിന്നെ പിന്നെയാണ് ജെനറ്റിക്സിലെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വന്നു. ആപ്ലിക്കേഷൻസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, ജീനോമിന്റെ ആപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് ജസ്റ്റ് ഈ DNA റോള്, എന്തുകൊണ്ടാണ് ഈ DNA നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോ ജീൻ എന്ന് പറയുന്നത് ആക്ച്വലി മേഡപ്പ് ഓഫ് DNA ആണ് നമുക്കറിയാം. ജീനിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ ഫിനോട്ടിപ്പിക് ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻ ഇരിക്കുന്നത് DNA-യിലാണ്. ഈ DNA-ക്ക് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, സ്വയം ഇരട്ടിക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല DNA നമ്മൾ പറഞ്ഞു DNA-യിലാണ് ഇൻഫർമേഷൻ ഇരിക്കുന്നത്. ആ ഇൻഫർമേഷനെ RNA-യിലേക്കും RNA-ന്ന് അതിനെ പ്രോട്ടീൻ ആക്കി മാറ്റാനും DNA-ക്ക് കഴിവുണ്ട്. ഇനി ഒരു ജീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ഷോർട്ട് സെഗ്മെന്റ് ഓഫ് DNA ദാറ്റ് എന്താണ് ദാറ്റ് സിന്തസൈസ് എ പ്രോട്ടീൻ, അല്ലെങ്കിൽ ദാറ്റ് കൺട്രോൾ എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ പിന്നെ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഷോർട്ട് സെഗ്മെന്റ് ഓഫ് DNA നമുക്ക് ജീൻ എന്ന് വിളിക്കാം. അപ്പൊ ജീൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കലാണ്. ന്യൂക്ലിക് ആസിഡ് എന്ന് നമ്മൾ വിളിക്കും. അതിനകത്ത് ഷുഗർ ഉണ്ട്, നൈട്രൈൻ ബേസസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഈ ജീനെ കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ മോളിക്കുലർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് നിറയും തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ എന്നൊക്കെ പറയുന്ന ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് ഈ DNA ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ DNA-ന്ന് പിന്നീട് എന്തോ ഉണ്ടാവും, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി RNA ഉണ്ടാവും. ആ RNA-യിൽ നിന്നാണ് പിന്നീട് പ്രോട്ടീൻ ഉണ്ടാവും. നമുക്കറിയാം കുറേ അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മള് ഈ RNA-ന്ന് DNA എന്താണ് പ്രോട്ടീൻ ഉണ്ടാവുന്നതിന് ഒരു
റൂളുണ്ട്. അതെന്താന്ന് ചോദിച്ചാല് ഇപ്പൊ AUG എന്ന് പറയുന്നത് 3 ന്യൂക്ലിയോടൈഡുകളാണ്. അപ്പൊ നമുക്കറിയാം DNA ഇങ്ങനെ നിരന്ന് ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസ് ഉണ്ട്. അതേ സീക്വൻസുകളാണ് RNAയിലേക്ക് കോപ്പി ചെയ്യുന്നത്. എന്നിട്ട് RNAന്ന് ഈ 3 ന്യൂക്ലിയോടൈഡുകൾ ചേരുന്ന ഈ എന്താണ് AUGയെ മാത്രം എടുക്കാം. ഇതൊരു 3 ന്യൂക്ലിയോടൈഡുകൾ ചേരുന്ന ഒരു കോഡോൺ ആണ്, ട്രിപ്ലറ്റ് ആണ്. ഇതിനെ നമ്മൾ ജനറ്റിക് കോഡ് അഥവാ കോഡോൺ എന്ന് വിളിക്കും. ഈ കോഡ് ആരെയാണ് ഡിറ്റർമൈൻ ചെയ്തത്? മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ്. GUC ഒരു കോഡാണ്, അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് വലാനിനെയാണ്. UUG ഒരു എന്താണ് ജനറ്റിക് കോഡാണ്, ദാറ്റ് ഡിറ്റർമൈൻ ലൂസിൻ. AGC ഡിറ്റർമൈൻ സെറിൻ. അപ്പൊ ഇങ്ങനെ എന്താണോ DNA ഇരിക്കുന്ന കോഡ് അതിനനുസരിച്ച് RNA ഉണ്ടാവും, RNAയിൽ ഇരിക്കുന്ന കോഡിനനുസരിച്ച് അമിനോ ആസിഡ്സ് ഉണ്ടാവും. ഈ അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോണ്ട് വഴി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ത്രെഡ് ഓഫ് അമിനോ ആസിഡിനെ കിട്ടും, പോളിപെപ്റ്റൈഡ്, ദാറ്റ് ഈസ് പ്രോട്ടീൻ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇങ്ങനെയാണ് DNA ഇരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ പ്രോട്ടീൻ ആക്കി മാറ്റുന്നത്. ഇനി നമ്മൾ ഒരു DNA എക്സ്പ്രസ് ചെയ്യാന്ന് പറയും. ഇങ്ങനെ DNAയുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ അതിന് ജനറ്റിക് ക്യാരക്ടേഴ്സ് എന്താണ് സ്റ്റോർ ചെയ്യാനും അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. മാത്രമല്ല അതിന് വേരിയേഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടാകുന്നത് ത്രൂ മ്യൂട്ടേഷൻ ആണ്. അപ്പൊ ഈ മ്യൂട്ടേഷൻ ഉണ്ടാവുമ്പോൾ DNA സീക്വൻസിൽ വേരിയേഷൻസ് ഉണ്ടാവും. ആ വേരിയേഷൻ ആണ് ബെറ്റർ വേരിയന്റുകളെ ഉണ്ടാക്കുന്നത്. അതാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന എൻവയോൺമെന്റിനെ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എവല്യൂഷൻ സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് DNA കൊണ്ടാവുന്ന ചേഞ്ചസ് ആണ്. പലതരത്തിൽ മ്യൂട്ടേഷൻ സംഭവിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ തന്നെ സെല്ലുകൾ നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിക്കവാറും എല്ലാ മ്യൂട്ടേഷൻസും പ്രത്യേകിച്ച് എന്താണ് പ്രോട്ടീൻ ഒന്നുമായിട്ട് മാറാതെ അല്ലെങ്കിൽ പ്രോട്ടീനിൽ ചേഞ്ചസ് ഉണ്ടാവാതെ ഒരു ഫിനോട്ടിപ്പിക് ഇഫക്റ്റും ഉണ്ടാകും. നമുക്ക് കാണാൻ കഴിയുന്ന ഇഫക്റ്റ് ഒന്നും ഉണ്ടാവാതെ പോകുന്നതുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിക്കാത്തത്. ഒരു മ്യൂട്ടേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ അരിവാൾ രോഗം ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാല് GAG എന്ന് പറയുന്ന 3 ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ് വരേണ്ടത്. അതിൽ എക്ക് പകരം T വന്നു കഴിഞ്ഞാല് ഇവിടെ ഈ ഹിമോഗ്ലോബിന്റെ ഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനില് 150ഓളം അമിനോ ആസിഡ് ഉണ്ട്. അതിൽ 6ാമത്തെ അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. അത് മാറി വലൈൻ വരും. കണ്ടോ, ഒരൊറ്റ ന്യൂക്ലിയോടൈഡിന്റെ ചേഞ്ച് ആണ് ഈ ഒരു അമിനോ ആസിഡ് മാറി. 150 അമിനോ ആസിഡിൽ ഒരെണ്ണം മാറി. പക്ഷെ എന്ത് സംഭവിച്ചു? ബൈകോൺകേവ് ഷേപ്പിൽ ഇരിക്കേണ്ട എന്താണ് RBC സിക്കിൾ ഷേപ്പായി. അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇതിന് ഓക്സിജൻ ക്യാരി ചെയ്യാൻ കഴിയില്ല. അപ്പോ നമുക്ക് അനീമിയ ഉണ്ടാവും. അതാണ് ഇതിനെ നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ DNA ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴും പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുമ്പോഴും ഒക്കെ അതിനകത്ത് എറേഴ്സ് വരും. ഇപ്പൊ അതാണ്ട് ഇവിടെ ഒരു U കയറി വന്നു, കണ്ട ACAGT എന്നാ വരുന്നുണ്ട്, ഇവിടെ ഒരു U കയറി വന്നു. അപ്പൊ ചില എൻസൈമുകൾ വന്ന് ഇതിനെ പ്രൂഫ് റീഡ് ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മൾ പത്രമൊക്കെ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ പ്രൂഫ് റീഡ് ചെയ്യത്തില്ലേ, അതേപോലെ ഈ ന്യൂക്ലിയസ് വന്ന് പ്രൂഫ് റീഡ് എന്താണ് എൻസൈമുകൾ വന്ന് പ്രൂഫ് റീഡ് ചെയ്യും. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്ത് കളയും, റിമൂവ് ചെയ്ത് അതിനെ അങ്ങ് ആഡ് ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ടാണ് അധികം കണ്ടിന്യൂസ് മൈറ്റോസിസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നടന്നിട്ട് പോലും നമ്മൾ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കുന്നത് ഈ റിപ്പയറിംഗ് മെക്കാനിസം കാരണമാണ്. ഇനി മാത്രമല്ല ജീനെ റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്ത് പ്രത്യേകം കെമിക്കൽസ് ഉണ്ട്. ഇതിനെ എപ്പിജീനോം എന്നാണ് വിളിക്കുക. ജീനോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് 46 ക്രോമസോം ഉണ്ട്, 23 പെയറായിട്ടാണ്. നമ്മൾ ആ 23 എണ്ണത്തിനും ചേർത്ത് ഒരു ജീനോം എന്ന് പറയും, ആപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ്. എപ്പിജീനോം എന്ന് പറഞ്ഞാൽ ഈ ജീനോമിന്റെ കൂടെ ഇത് മേഡപ്പ് ഓഫ് DNA ആണ് അല്ലെ ജീനോം. ഇതല്ലാതെ ചില കെമിക്കൽസ് ജീനോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ജീനോം ഓൺ ആവണോ ഓഫ് ആവണോ, പ്രോട്ടീൻ ഉണ്ടാക്കണോ ഉണ്ടാക്കണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ ചില കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസിനാണ് എപ്പിജീനോം. ചുരുക്കം പറഞ്ഞാൽ ജീനോമും എപ്പിജീനോമും കൂടെ മിക്സ് ചെയ്യുമ്പോൾ, അപ്പൊ നമ്മൾ നീല കളറും പച്ച കളറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് കളർ വരുന്നതാണ് നമുക്ക് ഫീനോടൈപ്പ് എന്ന് വിളിക്കാം. അപ്പൊ ജീനോമും എപ്പിജീനോമും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജീനിന്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? എപ്പിജീനോമാണ്. ഈ എപ്പിജീനോമിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നാൽ നമ്മളിൽ ക്യാൻസർ വരെ വരാം. പിന്നെ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ഈ ന്യൂട്രീഷൻ, ഭക്ഷണം, എന്തെങ്കിലും കെമിക്കലിനോടുള്ള എക്സ്പോഷർ, ടെമ്പറേച്ചർ, ഇതൊക്കെ നമ്മളിൽ എന്താണ് ഈ എപ്പിജീനോമിൽ ചേഞ്ചസ് ഉണ്ടാക്കി നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുമെന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടേഴ്സിനെ വരെ നോക്കിയേ, പ്രീ നേറ്റൽ ആൻഡ് ചൈൽഡ്ഹുഡ് എൻവയോൺമെന്റ്, അതായത് കുഞ്ഞ് ജനിക്കുന്ന അമ്മയുടെ വയറ്റിൽ കുഞ്ഞായിരിക്കുന്നത്, അതായത് പ്രഗ്നൻസി പീരീഡിലും ചൈൽഡ്ഹുഡ് ടൈമിലും ഉണ്ടാവുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വരെ കുഞ്ഞുങ്ങളുടെ ബിഹേവിയറിനെ വരെ ബാധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ എന്താണ് എലികളിലൊക്കെ പഠനം നടത്തി തെളിയിച്ചിട്ടുണ്ട്.
വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത് അതിനുശേഷം നെതർലൻഡ് നടത്തിയ ഒരു പഠനം കാണിച്ചത് ആ സമയത്ത് ഭയങ്കര എന്താണ് ഈ ഫുഡിന് സ്കേഴ്സിറ്റി വന്നു. അപ്പോൾ ആ സമയത്ത് എന്താണ് ഉണ്ടായ കുഞ്ഞുങ്ങളിൽ ഒരുപാട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടായി എന്നാണ് പഠനം തെളിയിച്ചിട്ടുള്ളത്. അതായത് ഡയറ്റ്, പിന്നെ മൈസിൽ നടത്തിയ പഠനം ഈ ഡയറ്റ്, അതായത് നന്നായി അമ്മമാര് പാലൂട്ടി വളർത്തിയ നർച്ചർ ചെയ്ത എലി കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ്സിനെയൊക്കെ എന്താണ് ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവയുടെ ബിഹേവിയറൽ പാറ്റേണിനെ അത് ബാധിച്ചിട്ടുണ്ട്. മറിച്ച് നന്നായിട്ട് നർച്ചർ ചെയ്യാതെ വളർന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ് സ്ട്രെസ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ, ആൻസൈറ്റി ഒന്നും അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത്രത്തോളം പ്രാധാന്യം ഈ എപ്പി ജീനോമിനുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഡെവലപ്പ് ചെയ്ത് വന്ന, അതായത് ജെനറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയെ ഒരു അപ്ഗ്രേഡ് ചെയ്ത ഒരു ടെക്നോളജി എന്ന് നമുക്ക് വേണേൽ വിളിക്കാം, ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോടെക്നോളജി. ഇന്ന് ഈ മേഖല ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്. അത് RDNA ടെക്നോളജി അഥവാ റീകോമിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വഴിയാണ് നടത്തുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസൈഡ് DNA ഉണ്ടെങ്കിൽ ആ DNA നമ്മൾ കട്ട് ചെയ്തെടുത്ത് ബാക്ടീരിയത്തിനകത്തുള്ള ഒരു എക്സ്ട്രാ DNA ആണ് ഈ പ്ലാസ്മിഡ്, അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ബാക്ടീരിയക്കകത്തിടും, അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ പ്രോസസ്സ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഡിസൈഡ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ജെനറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെ ആദ്യത്തെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പുറത്ത് ഞാൻ പിക്ചർ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ലൈഡ് വിടുന്നത്. ഓക്കെ, 1996 ജെനറ്റിക് എഞ്ചിനീയറിംഗ് RDNA ടെക്നോളജി വഴി ഉണ്ടാക്കിയെടുത്ത ഷീപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഡോളി എന്ന് പറയുന്ന ഷീപ്പ്. ഈ ഷീപ്പ് എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരു ആടിന്റെ മമ്മറി ഗ്ലാൻഡിൽ നിന്ന് പിന്നെ അത് ഓട്ടോസോമലാണല്ലോ, സെല്ല് പൊട്ടിച്ച് അതിനകത്തുനിന്ന് ന്യൂക്ലിയസ് എടുത്തിട്ട് അതിലെ DNA വേറെ ഒരു ഷീപ്പിന്റെ ഓവത്തിനകത്തിട്ടു, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ ഒരു ഷീപ്പാക്കി മാറ്റിയപ്പോൾ അത് ഏത് ഷീപ്പിൽ നിന്നാണോ അതിന്റെ DNA എടുത്തത് ആ ഷീപ്പിന്റെ അതേ റെപ്ലിക്കയായിട്ട് ഡോളി ഉണ്ടായി. പക്ഷെ ഡോളി ഒരു 6 ഇയേഴ്സ്, അതിന് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ എടുത്ത ഷീപ്പിന്റെ പ്രായം ഏകദേശം 10-12 വർഷമൊക്കെയാണ് ഷീപ്പ് ജീവിച്ചിരിക്കുന്നത്, ഈ ചെമ്മരിയാടുകൾ. അപ്പം അതില് 6 വർഷത്തിൽ കഴിഞ്ഞ ഒരു പ്രായമായ ഒരു ഷീപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ബാക്കി അതുകൊണ്ട് ഒരു 6 ഇയേഴ്സ് ഈ ഡോളി ജീവിച്ചിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ് ഉണ്ട്. ഇപ്പം GM ഫുഡ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ ഫുഡിന്റെ അതില് ഏറ്റവും എടുത്തു പറയേണ്ട കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഗ്ലൈഫോസേറ്റ് റെസിസ്റ്റന്റ് ക്രോപ്പുകൾ അതെന്ന് പറഞ്ഞാൽ ഈ ഗ്ലൈഫോസേറ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. അപ്പൊ ഈ കെമിക്കൽ നമ്മൾ ചെടികളുടെ ഇടയ്ക്ക് ഉണ്ടാവുന്ന വീടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, കളം നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. അപ്പോ ഇത് നമുക്ക് ബാക്ടീരിയക്കകത്തുനിന്ന് ഈ നമ്മളിപ്പം ഈ നമ്മുടെ ക്രോപ്സിൽ ഈ ഗ്ലൈഫോസേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ക്രോപ്പും ചിലപ്പോൾ കളയുടെ കൂടെ നശിച്ചു പോകും. അപ്പൊ നമുക്ക് ക്രോപ്പിനെ ഇതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അതിന് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഗ്ലൈഫോസേറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ജീൻ ബാക്ടീരിയയിലുണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കും. എന്നിട്ട് ആ ജീനെ എടുത്ത് ഈ ക്രോപ്പിന്റെ സീഡിനകത്ത് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ആ സെല്ലിനകത്ത് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി പ്ലാന്റ് ആക്കി മാറ്റുമ്പോൾ അതിന് ഗ്ലൈഫോസേറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ ആ ക്രോപ്പിന്, ഗ്ലൈഫോസേറ്റ് റെസിസ്റ്റന്റ് ക്രോപ്പിന് നമ്മൾ ഈ കളനാശിനി അടിക്കുമ്പോൾ, ഗ്ലൈഫോസേറ്റ് അടിക്കുമ്പോൾ കള മാത്രം നശിക്കും, പ്ലാന്റ് നശിക്കില്ല. പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ് BT കോട്ടൺ ആൻഡ് BT ബ്രിഞ്ചോൾ. BT കോട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാറില്ല, BT ബ്രിഞ്ചോൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. BT കോട്ടൺ എന്ന് പറഞ്ഞാൽ ഈ കോട്ടൺ പ്ലാന്റ്, അതായത് കോട്ടൺ കർഷകർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സാധനമാണ് കോട്ടൺ. അപ്പൊ ഈ കോട്ടണില് ഈ ഒരു കാറ്റർപില്ലർ, ബോൾവേം എന്ന് പറയുന്ന ഒരു വേം വന്ന്, അതൊരു കാറ്റർപില്ലർ, ഒരു ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലർ ആണ്, അത് വന്ന് പിന്നെ തിന്ന് നശിപ്പിക്കും. അപ്പൊ ഈ ബോൾവേമിനെ റെസിസ്റ്റ് ചെയ്യുന്ന ജീന് ഒരു ബാക്ടീരിയത്തിനകത്തുണ്ട്. ആ ബാക്ടീരിയത്തിന്റെ പേരാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാക്ടീരിയത്തിനകത്തുനിന്ന് ആ ജീനെ എടുത്ത് ഈ കോട്ടണിന്റെ പ്ലാന്റിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായി വരുന്ന കോട്ടണ് ഈ കാറ്റർപില്ലർ വന്ന് ആ കോട്ടന്റെ ലീഫ് കഴിച്ചു കഴിഞ്ഞാൽ കാറ്റർപില്ലർ അങ്ങ് ചത്തുപോകും. അപ്പൊ അങ്ങനെ ഇൻസെക്ട് റെസിസ്റ്റന്റ് ക്രോപ്പ്, അതാണ് BT കോട്ടൺ എന്ന് പറയുന്നത്. അത് തന്നെയാണ് BT ബ്രിഞ്ചോളും.
പിന്നെ ഗോൾഡൻ റൈസ് ഉണ്ട്. ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞാൽ അതില് വൈറ്റമിൻ എ ഉണ്ടാക്കുന്ന ബീറ്റ കാരോട്ടിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നിശാന്തത, അതൊക്കെ ഉണ്ടാവുന്ന എന്താണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ ഈ അരി കഴിച്ചാൽ പറ്റും. പക്ഷെ ഇതിന് കുറെ കോൺട്രോവേഴ്സീസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഇതിനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ ഇപ്പോഴും പിന്നെ പരീക്ഷണങ്ങളിലാണ്. എന്താണ് ഈ ഹെർബിസൈഡ് റെസിസ്റ്റന്റ് ഈ വെറൈറ്റി ഒക്കെ മനുഷ്യന് എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനേക്കാൾ ഉപരി ഈ BT കോട്ടൺ ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഇതിന്റെ സീഡ് മിക്കപ്പോഴും ഇതിന്റെ സീഡുകൾ എന്താണ് ഇൻഫെർട്ടൈൽ ആയിരിക്കും. അല്ല, ഈ ചെടി ഇൻഫെർട്ടൈൽ ആയിരിക്കും. അതിന് സീഡ് ഉണ്ടായാൽ അതിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾക്ക് ഈ സീഡിന് വേണ്ടിയിട്ട് ഈ കോട്ടൺ, അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് സീഡുകൾ ഉണ്ടാക്കുന്ന കമ്പനി എന്ന് പറയുന്നത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള മൊൺസാൻഡോ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ അവര് നമുക്ക് ആദ്യം ഫ്രീ ആയിട്ട് ഈ സീഡ് തരും. പക്ഷെ പിന്നെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ കോട്ടണിൽ നിന്ന് നമുക്ക് സീഡ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഈ സീഡിന് വേണ്ടിയിട്ട് കമ്പനിയെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ സീഡിന്റെ വില അവർ കൂട്ടും. അപ്പൊ നമുക്ക് ആ വിലയ്ക്ക് അത് വാങ്ങിക്കാൻ കഴിയാതെയും നമ്മൾ കൃഷി ഭയങ്കര നഷ്ടത്തിലാവുകയും ചെയ്യും. ഈ ബ്രിഞ്ചോള് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സീഡിന് അവരെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഇതില്ലാണ്ടാക്കും എന്നൊക്കെ ഉള്ള ഒരുപാട് ഇഷ്യൂസും ഉണ്ട്. പിന്നെ ഇതേപോലെ നമ്മൾക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ദാണ്ടേ, നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ഇൻസുലിൻ അറിയാലോ, ഡയബറ്റിസ് എന്ന് പറയുന്ന ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം ഉണ്ടാക്കുന്ന എന്താണ് ഇൻസുലിന്റെ കുറവാണ്. ഇതൊരു ഹോർമോണാണ്. അപ്പൊ ഇതാദ്യം നമ്മള് പിഗിൽ നിന്നൊക്കെ എടുത്ത ഇൻസുലിനാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് മനുഷ്യരിൽ ഒരുപാട് എന്താണ് ഈ അലർജിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ RNA ടെക്നോളജി വഴി ഹ്യൂമൻ ഇൻസുലിന്റെ സിന്തറ്റിക് ജീൻ ഉണ്ടാക്കി അതിനെ ബാക്ടീരിയക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബാക്ടീരിയക്കകത്ത് വെച്ച് അത് പ്രോട്ടീൻ ഉണ്ടാക്കി അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് കുപ്പിയിലാക്കി നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് മരുന്നുണ്ടാക്കാം. പിന്നെ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽ, ഇത് ഒരു തരം റാറ്റ് ആണ്. ഇത് ഈ ആനിമോൺ ജെല്ലി ഫിഷിൽ നിന്ന് ഫ്ലൂറസെന്റ് ജീൻ എടുത്ത് ഈ റാറ്റിൽ ഇട്ടിട്ട് ആ റാറ്റിനെ ഇങ്ങനെ ഗ്ലോ ചെയ്യിച്ചെടുത്ത് അൾട്രാവയലറ്റ് റേസ് അടിക്കുമ്പോൾ ഇതിങ്ങനെ ഗ്ലോ ചെയ്യും. ഇത് ഗ്ലോ ഫിഷ് എന്ന് പറയും. ഈ ഫിഷും ഇതേപോലെ തന്നെ എന്താണ് ഈ ജെല്ലി ആനിമോൺ പോലത്തെ ജെല്ലി ഫിഷിൽ നിന്ന് ഗ്ലോ ഉണ്ടാക്കുന്ന ഫ്ലൂറസെൻസ് ഉണ്ടാക്കുന്ന ജീനെ എടുത്ത് ഈ ഫിഷിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഫിഷിന് ഒരു കഴിവുണ്ട്. വെള്ളത്തിൽ എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടെങ്കിൽ ഈ ഫിഷ് എന്ത് ചെയ്യും, അതിനോട് റിയാക്ട് ചെയ്ത പ്രോട്ടീൻ ഈ ജീൻ പിന്നെ ഫ്ലൂറസെന്റ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിനിങ്ങനെ തിളങ്ങും. അങ്ങനെ ഈ ഫിഷ് ഉണ്ടാക്കിയത് അങ്ങനെ എന്താണ് നമുക്ക് ഒരു പൊള്യൂഷൻ എന്താണ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. പിന്നെ ഒന്ന് ജീൻ ഡ്രൈവൻ മൊസ്കിറ്റോസ് ആണ്. അതും US ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം ലോകത്തെ മനുഷ്യർ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ഈ എന്താണ് കൊതുക് കടിച്ചുണ്ടാവുന്ന രോഗങ്ങൾ മൂലമാണ്. അപ്പൊ അതിന് ഒരു ബദലായിട്ട് ഉണ്ടാക്കിയതാണ് ജീൻ ഡ്രൈവ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ മോസ്കിറ്റോയെ എടുത്ത് അതിനകത്ത് നമ്മൾ ഈ പിന്നെ എന്താണ് ഈ അതിന് ചില ലീതലായിട്ടുള്ള ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ അങ്ങ് നോർമലി എന്ത് ചെയ്യും, മെയ്റ്റ് ചെയ്യാൻ വിടും. അപ്പൊ അത് പോയി മെയ്റ്റ് ചെയ്ത് അതിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം ഈ ജീന് ആ കുഞ്ഞുങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ പോപ്പുലേഷനിലേക്ക് ഈ ജീൻ എത്തുന്നതിനാണ് ഈ ജീൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന മോസ്കിറ്റോയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താന്ന് വെച്ചാൽ അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല, ബൈറ്റ് ചെയ്യാനുള്ള മനുഷ്യരെ കടിച്ച് രക്തം കുടിക്കാനുള്ള കഴിവുണ്ടാവില്ല. ആ മോസ്കിറ്റോ ആ ജനറേഷനോടുകൂടി ചിലപ്പം എന്താണ് ഫീമെയില് എന്താണ് സ്റ്റെറൈലാവും. അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ ജീനെ നമുക്ക് ഇങ്ങനെ ജീൻ ഡ്രൈവ് വഴി നമുക്കൊരു പോപ്പുലേഷനിലേക്ക് ഇതുണ്ടാക്കാം. പൊതുവെ സ്റ്റെറൈൽ അല്ല, ഫെർട്ടൈൽ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ബൈറ്റ് ചെയ്യാത്ത മോസ്കിറ്റോസിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ അടുത്ത് 1990 ഉണ്ടായ ഒരു വലിയ എന്താണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഒരു ന്യൂക്ലിയസ് എടുത്ത് അതിനകത്തിരിക്കുന്ന മുഴുവൻ എന്താണ് ജീനിനെയും സീക്വൻസ് ചെയ്ത് അതിന്റെ ജീൻ സീക്വൻസ് കണ്ടുപിടിച്ചിട്ട് 23 ക്രോമസോം പെയർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ 23 ക്രോമസോമില് എത്രാമത്തെ ക്രോമസോമില് എവിടെ ഏത് ജീൻ ഇരിക്കുന്നു, ആ ജീന്റെ സീക്വൻസ് എന്താണ്, അതിൽ എന്ത് മാറ്റം ഉണ്ടായി നമുക്ക് രോഗം ഉണ്ടാവും, ഇതൊക്കെ കണ്ടുപിടിച്ചതാണ്. ഇനി 21ാമത്തെ ക്രോമസോമിൽ ഇരിക്കുന്ന ഏതാണ്ടോ എന്താണ് മ്യൂട്ടന്റ് ജീനുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന രോഗങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം പ്രോട്ടീൻസ് എവിടെയുണ്ട്? ക്രോമസോം നമ്പർ 21-ലുണ്ട്. ഹലോ ആ
സോറി, ഞാനേ നിങ്ങൾ ക്ലാസ്സിന്റെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് പറയാൻ വിളിക്കുമായിരുന്നു എടുത്ത്. അപ്പൊ ഇതനുസരിച്ച് മനുഷ്യനിൽ 3.1 ബില്യൺ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. അതിൽ മൊത്തം മനുഷ്യന്റെയും കൂടെ ജീനോം എടുത്തു കഴിഞ്ഞാൽ 99.9% സിമിലർ ആണ്. ഒരു 0.1% മാത്രമാണ് വ്യതിയാനങ്ങൾ ഉള്ളത്. അത് ഏത് ജാതി ആയാലും മതമായാലും പിന്നെ എന്താണ് ഏത് എത്നിക് ഒറിജിൻ ആണെങ്കിലും ഏത് റേസ് ആണെങ്കിലും എല്ലാം മനുഷ്യന്റെ 99.9% ജീനോമും സെയിം ആണ്, സീക്വൻസും. ആകെ മനുഷ്യനെ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത് എല്ലാ ജീനിലും ഉള്ള ഒരു 0.1% ഒരൊറ്റ ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാവുന്ന ഡിഫറൻസുകളാണ്. ഇതിനെയാണ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഏതൊക്കെ ക്രോമസോമിൽ മനുഷ്യന്റെ എത്രാമത്തെ ക്രോമസോമിൽ ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ ജീൻ ഇരിക്കുന്നതെന്ന് NCBI ഡേറ്റാബേസ് മാപ്പ് വ്യൂവർ ഉണ്ട്, നെറ്റിൽ കിട്ടും, അത് നോക്കിയാൽ. അപ്പൊ ഇതിനകത്ത് ഇതുപോലെ താണ്ടെ ഓരോ ക്രോമസോം 1, 2, 3, 4 മുതൽ 22 കഴിഞ്ഞ് എക്സിലും വൈയിലും ഇരിക്കുന്ന അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഡിസീസസിന്റെ ജീൻ ഏതൊക്കെയായിരിക്കുന്നത്. 1ല് മസ്കുലർ ഡിസ്ട്രോഫി ഏറ്റവും കൂടുതൽ ജീൻ തെറാപ്പി ചെയ്യുന്ന ഡിസീസാണ്. അത് ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. ഇറ്റ്സ് ആൻ എക്സ് ലിങ്ക്ഡ് ഡിസീസ്. ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനോട് ഡെവലപ്പ് ചെയ്ത് വന്ന കുറെ എന്താണ് ശാഖകളാണ്. പ്രോട്ടിയോമിക്സ്, മെറ്റബോളോമിക്സ്, ടോക്സിക്കോജനിക്സ്, അതായത് ജീനെ അഫക്ട് ചെയ്യുന്ന പ്രോട്ടീൻസിനെ കുറിച്ചുള്ള പഠനം, ജീനെ അഫക്ട് ചെയ്യുന്ന മെറ്റബോളൈറ്റ്സ് എങ്ങനെ അഫക്ട് ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, ടോക്സിൻസ് എങ്ങനെ അഫക്ട് ചെയ്യുന്നു, സ്റ്റോണേജ് ജീനോമിക്സ്. അതെന്ന് പറയുന്നത് നമ്മൾ എന്താണ് നമുക്ക് ഫോസിലുകളിൽ നിന്ന് കിട്ടുന്ന ജീൻ വെച്ചിട്ട് അവയുടെ പ്രായം കണക്കാക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആൻസസ്റ്റേഴ്സിനെ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് സ്റ്റോണേജ് ജീനോമിക്സ്. 2013 കാനഡയിൽ നിന്ന് കിട്ടിയ ഒരു ബോണ്, ആ ബോണിൽ നിന്ന് നശിക്കാതെ കിട്ടിയ DNA എന്ന് മനസ്സിലായത് ഇന്നത്തെ മോഡേൺ ഹോഴ്സ് എന്ന് പറയുന്നത് ഒരു 4 മില്യൺ ഇയേഴ്സിന് മുമ്പ് അതിന്റെ ആൻസസ്ട്രിൽ നിന്ന് എന്താണ് വേർപിരിഞ്ഞു വന്നു എന്നാണ്. ഇതുപോലെ തന്നെ റീസസ് മങ്കിയിൽ നിന്ന് കിട്ടിയ ജീൻ വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് 25 മില്യൺ ഇയേഴ്സിന് മുന്നെയാണ് ഇന്ന് കാണുന്ന ഏപ്പുകളും ആൾക്കുരങ്ങുകളും അങ്കിയും സെപ്പറേറ്റ് ചെയ്തത്. ആൾക്കുരങ്ങുകളിൽ നിന്ന് ഹ്യൂമനും ചിമ്പാൻസിയും സെപ്പറേറ്റ് ചെയ്തത് 6.3 മില്യൺസിന് മുന്നേ ആണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ജനറ്റിക്കൽ പഠനം കാണിക്കുന്നത് ഹ്യൂമനും ചിമ്പാൻസിയും തമ്മിൽ 98% ജീൻ സിമിലർ ആണെന്നാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഓരോ ജീവികളും മനുഷ്യന്റെ ജീനുമായിട്ടുള്ള സിമിലാരിറ്റീസ് ആണ്. അതിൽ ഏറ്റവും സിമിലർ മനുഷ്യൻ അടുത്ത് നിൽക്കുന്ന ജീവി എന്ന് പറയുന്നത് 98% സിമിലർ ആണ് ചിമ്പാൻസി ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമനും ചിമ്പാൻസിയും കസിൻസ് ആണ്, അതായത് ഒരേ പൂർവികനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നവരാണെന്ന് പറയുന്നത്. പിന്നെ ജീൻസ് ഉണ്ടാവുന്ന ഏതൊരു മ്യൂട്ടേഷനും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കും. അതിലേറ്റവും പ്രധാനം മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്, അയണൈസിങ് റേഡിയേഷൻസ് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ ടൊബാക്കോ എന്ന് പറയുന്നത്. 70% ഓഫ് ലങ് ക്യാൻസറും ഡ്യൂ ടു ടൊബാക്കോ ചെല്ലുന്നത് കൊണ്ടാണ്. അത് നമ്മൾ ചവച്ച് കഴിക്കുകയോ സ്മോക്കിംഗ് വഴിയൊക്കെയാണ്. 25% ഓഫ് ഓൾ ക്യാൻസേഴ്സിനും കാരണം ടൊബാക്കോ ആണ്. അതിനകത്തൊരു 4000 ടൈപ്പ് കെമിക്കൽസ് ഉണ്ട് ഈ ടൊബാക്കോയ്ക്കകത്ത്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചില മോഡേൺ ജെനറ്റിക്സിലെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിലൊന്ന് DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. അതായത് നമ്മൾ നമ്മുടെ നമ്മുടെ വിരലിന്റെ അറ്റത്ത് ഒരു പിന്നെ എന്താണ് രേഖയുണ്ട്. അത് വെച്ച് നമുക്ക് ഫിംഗർ പ്രിന്റ് എന്ന് പറയും. നമ്മൾ അത് വെച്ചിട്ടാണ് പണ്ട് എന്താണ് ആളുകളെ യുണീക്കാണ് ഈ ഫിംഗർ പ്രിന്റ്, ആളുകളെ നമുക്ക് തിരിച്ചറിയാമായിരുന്നു. DNA ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിലും എന്താണ് ചില പ്രത്യേകതരം സീക്വൻസുകൾ സിമിലർ ആയിരിക്കും. അതിൽ നമ്മളിലിപ്പോൾ ഒരു കുട്ടിയിലുള്ള സീക്വൻസ് എന്ന് പറയുന്നത് ആ പ്രത്യേക സീക്വൻസുകളെ VNTR എന്നാണ് വിളിക്കുക. അതിൽ 50% അച്ഛനിൽ നിന്ന് 50% അമ്മയിൽ നിന്നുമാണ് വരിക. ഇപ്പൊ ഒരു പേരന്റൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അച്ഛന്റെ അമ്മയുടെയും കുട്ടിയുടെ ഫിംഗർ പ്രിന്റ് എടുത്ത് ഇതേപോലെ എന്താണ് മാച്ച് ചെയ്ത് നോക്കിയാൽ അച്ഛന്റെ അമ്മയുടെ 50% ഈ കുട്ടിയിൽ കാണും. അങ്ങനെ പേരന്റൽ ഡിസ്പ്യൂട്ടിന്, ഫോറൻസിക് മെഡിസിനില്, എവല്യൂഷണറി സ്റ്റഡിക്കൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അടുത്തെന്ന് പറയുന്നത് ജീൻ തെറാപ്പിയാണ്. നമുക്കിപ്പോ എന്തെങ്കിലും ഉള്ള രോഗങ്ങൾ നമ്മൾ മെഡിസിൻസ് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ജീൻ തെറാപ്പി വഴി നമുക്ക് രോഗമുള്ള ജീന് പകരം നല്ല ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അസുഖം ഭേദമാക്കാൻ കഴിയും. അതാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പോപ്പുലേഷൻ ആൻഡ് എവല്യൂഷണറി ജെനറ്റിക്സ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താണ് നമ്മുടെ എവല്യൂഷണറി തിയറിയെ, ഡാർവിന്റെ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ജീവികളെല്ലാം പൊതുപൂർവികനിൽ നിന്നാണ് ഉണ്ടായി വന്നതെന്നുള്ള മോളിക്കുലാർ എവല്യൂഷനെ ശരിവെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ജനറ്റിക്കൽ സ്റ്റഡി വെച്ചിട്ട് ഒരു പോപ്പുലേഷനിൽ എവല്യൂഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയാണ് മൈറ്റോകോൺഡ്രിയൽ ഈവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉള്ളത്.
ഇതെന്താ പറയുന്നതെന്ന് വെച്ചാല് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൈറ്റോകോൺട്രിയയിൽ ഒരു എക്സ്ട്രാ ക്രോമസോമൽ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് ആണ്. മൈറ്റോകോൺട്രിയയിൽ DNA ഉണ്ട്. ഈ മൈറ്റോകോൺട്രിയ നമുക്ക് അമ്മയിൽ നിന്നാണ് കിട്ടുന്നത്. അത് മാട്രി ലീനിയൽ ആണ്. അപ്പൊ നമ്മൾ പുറകോട്ട് നമ്മുടെ അമ്മമാര് നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സ് അങ്ങനെ പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ എല്ലാം മൈറ്റോകോൺട്രിയ ചെന്ന് നിൽക്കുന്നത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയിലാണ്. അപ്പൊ ആ മൈറ്റോകോൺട്രിയൽ ലീവിൽ നിന്നാണ് ഇന്ന് കാണുന്ന മനുഷ്യരെല്ലാം ഉരുത്തിരിഞ്ഞു വന്നു എന്നാണ് ജനിതക പഠനം തെളിയിക്കുന്നത്. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ആവശ്യമുള്ള ജീനുകളെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ മുമ്പ് ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ജീൻ ഗണ്ണൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ നല്ല ജീനെ നമുക്ക് ശരീരത്തിലേക്ക് കൊടുക്കണം, അപ്പൊ നമ്മൾ ജീൻ ഗണ്ണൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ അത്ര സ്പെസിഫിക് അല്ലായിരുന്നു. ഇന്ന് ഈ ജീൻ എഡിറ്റിങ്ങിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഈ ക്രിസ്പർ കാസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണ്. ജീനോം എഡിറ്റിങ്ങിനെ സഹായിക്കും. അപ്പൊ നമുക്ക് നല്ല ജീനെ കട്ട് ചെയ്തെടുക്കാം, അത് നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെല്ലാം ഈ ജീനോം എഡിറ്റിംഗ് എന്ന് പറയും. അതിനെല്ലാം ഈ ക്രിസ്പർ കാസ് സഹായിക്കും. ഇത് എന്താന്ന് ചോദിച്ചാല് ഈ ബാക്ടീരിയയെ എപ്പോഴും ഈ വൈറസും ബാക്ടീരിയയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പൊ ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളുണ്ട്. അപ്പൊ ആ വൈറസിനെ DNA, വൈറസുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല. അത് അതിന്റെ DNA ബാക്ടീരിയയുടെ DNA ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ബാക്ടീരിയ മൾട്ടിപ്ലൈ പിന്നെ പ്രോട്ടീൻ ഉണ്ടാക്കുമ്പോൾ ഈ വൈറസിന്റെ പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ആ വൈറസിന്റെ DNA അതിന്റെ പിന്നെ DNA-ക്കകത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ ബാക്ടീരിയ ഈ എൻസൈം ഉപയോഗിച്ചിട്ടാണ് വൈറൽ DNA കട്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു DNA കട്ട് ചെയ്യാനും വേറൊരെണ്ണത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ക്രിസ്പർ കാസ് സഹായിക്കും. പിന്നെ എന്ന് പറയുന്നത് പ്രിസിഷൻ മെഡിസിൻ ആണ്. പ്രിസിഷൻ മെഡിസിൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരാളുടെ മൊത്തത്തിലുള്ള ജീൻ പ്രൊഫൈൽ നമുക്ക് തയ്യാറാക്കാനും ആ പ്രൊഫൈൽ വെച്ചിട്ട് ഒരു രോഗം എങ്ങനെയാണ്, ഏത് ജീൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്, ആ ജീനുള്ള മ്യൂട്ടേഷൻ എന്താണ്, അതാണ് നമുക്ക് അസുഖം നോക്കിയിട്ട് അയാൾക്ക് ആ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ 23andMe എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഈ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പൊ ഇവര് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാല് നമുക്ക് നമ്മുടെ സലൈവയിൽ ഒരു സെല്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫുള്ള് ജീൻ പ്രൊഫൈൽ ഉണ്ടാക്കി തരും. ഏത് ക്രോമസോമിൽ ഇരിക്കുന്ന മ്യൂട്ടേഷൻ ആണ്, നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, ഇനി ഉണ്ടാവുമോ, നമുക്ക് ബോൾഡ്നെസ് ഉണ്ടാവുമോ, ഇങ്ങനെ നമ്മുടെ മുഴുവൻ ജീൻ പ്രൊഫൈലും നമുക്ക് ചെയ്ത് തരും ഇവര്. X23andMe എന്നുള്ള പേര് അവർ ഈ 23 ക്രോമസോം വെച്ചിട്ടാണ് അവർ കാണിക്കുന്നത്. ഇങ്ങനെ പലതരത്തിലും നമുക്ക് ഡിസൈനർ ബേബീസിനെ വരെ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അങ്ങനെ കുറെ എത്തിക്കൽ ഇഷ്യൂസ് ജെനറ്റിക്സിനുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രീനേറ്റൽ ടെസ്റ്റ് നടത്താം, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിന് എന്തൊക്കെ അസുഖം ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാം. മാത്രമല്ല ജീൻ എഡിറ്റിംഗ് വഴി നമുക്ക് കുഞ്ഞിനെ ഡിസൈൻ ചെയ്യാം. പക്ഷെ അതൊക്കെ പല കൺട്രീസും ഇത്തരത്തിലുള്ള പഠനങ്ങളെ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ജനിതക പഠനങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും ഒക്കെ നമ്മൾ പ്രകൃതിക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ മുന്നോട്ടുള്ള ഡെവലപ്മെന്റിന് സഹായിക്കുന്ന രീതിയിൽ മനുഷ്യന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏതൊരു കണ്ടുപിടുത്തങ്ങളും നല്ലതായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചില എത്തിക്കൽ ഇഷ്യൂസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. എനിക്കെന്ന സമയം 1 മണിക്കൂറായതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് ഓടിക്കൊണ്ടിരുന്നത്.